ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ക്ലാസ്സാണിത്. SCRT പാഠപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി PSC എക്സാമുകൾക്ക് അനേകം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു പാഠഭാഗമാണിത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇതിലാണല്ലേ സൈനികർ, ഗോത്രവർഗക്കാർ, രാജാക്കന്മാർ, പ്രഭുക്കന്മാർ, കർഷകർ തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ സമരത്തിൽ പങ്കാളികളായിരുന്നു. ദേശീയബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു. അവയിൽ ചിലതാണ് ഇന്ത്യൻ അസോസിയേഷൻ, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ. ഇത്തരത്തിലുള്ള സംഘടനകളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നു. അതാണ് 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് 1885. ഈ 1885 രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത മാനം കൈവന്നത്. പിന്നീട് ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ബഹുജന സ്വഭാവം കൈവന്നത്. ബ്രിട്ടീഷുകാർ 1935 പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന 1935 പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്ന വർഷം 1935. ഇന്ത്യൻ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഏത്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന്. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അപ്പോൾ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കിയത് 1935-ലുമാണ്. ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രകാരം 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകളുണ്ടായിരുന്നു. 321 വിഭാഗങ്ങളും 10 പട്ടികകളുമായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർ പ്രത്യേക മണ്ഡലങ്ങളായിരുന്നു. കേന്ദ്ര ദ്വിമണ്ഡല സഭയും ഇതിലുണ്ടായിരുന്നു. അപ്പം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം 6 പ്രവിശ്യകളിൽ ദ്വിമണ്ഡല സഭകളുണ്ടായിരുന്നു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും ഉണ്ടായിരുന്നു. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങളുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭയും രൂപീകരിച്ചിരുന്നു. 1946 അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിലൊന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമസംഹിത. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായ വർഷം 1946-ലാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം ആയിരുന്നു. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. അപ്പം നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസമായിരുന്നു. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26-നാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇതോടുകൂടി ഇന്ത്യ റിപ്പബ്ലിക്കായി മാറി. 1950 ജനുവരി 26-ന് നിലവിൽ വന്നതോടുകൂടിയാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി മാറിയത്. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായ ഡോക്ടർ BR അംബേദ്കറാണ്. ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. 1950 ജനുവരി 26-ന് നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. അപ്പം 1950 ജനുവരി 26-ന് റിപ്പബ്ലിക്കായി ഭരണഘടന നിലവിൽ വന്നു. ഈ ഭരണഘടനയിലാണെങ്കിൽ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ഭരണഘടനയുടെ സവിശേഷത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർലമെൻ്ററി ജനാധിപത്യ ഭരണം നടപ്പിലാക്കി ജനങ്ങളുടെ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ, സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം, സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ഒക്കെ ഇതിൻ്റെ സവിശേഷതയായിരുന്നു. ഇപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യ ഭരണമെന്ന് വെച്ചാൽ ഈ രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നതാണ് പാർലമെൻ്ററി ജനാധിപത്യ ഭരണം. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണെന്ന് പറയുന്നതാണ് ജനങ്ങളുടെ പരമാധികാരം.
ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പം ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മൗലിക കടമകൾ. ഓരോ വ്യക്തിക്കും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ. അപ്പോൾ ഓരോ വ്യക്തിക്കും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അവയാണ് മൗലിക കടമകൾ എന്നറിയപ്പെടുന്നത്. മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇപ്പോൾ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്നത്. എല്ലാ പൗരനും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നതാണ് നിയമവാഴ്ച. എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്. ആരും നിയമത്തിന് അതീതരല്ല എന്ന് പറയുന്നതാണ് നിയമവാഴ്ച. അതുപോലെ തന്നെ നിശ്ചിത പ്രായപൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാകപ്പെട്ട കോടതി സംവിധാനമാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം എന്നറിയപ്പെടുന്നത്. അപ്പോൾ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം എന്നറിയപ്പെടുന്നത്. അപ്പോൾ രാജ്യത്തിന് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല എന്ന് പറയുന്നതാണ് ഏക പൗരത്വം. അപ്പോൾ രാജ്യത്തിന് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ, സംസ്ഥാനങ്ങൾക്കായി പ്രത്യേക പൗരത്വമില്ല എന്ന് പറയുന്നതാണ് ഏക പൗരത്വം. ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനായുള്ള നിയമമാണ് 2012 പോക്സോ ആക്ട്. അപ്പോൾ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനായുള്ള നിയമമാണ് 2012 പോക്സോ ആക്ട്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പുവരുത്തുവാനും 1989 കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു. അപ്പം കുട്ടികളുടെ അവകാശ ഉടമ്പടി വർഷം 1989. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാലസൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് 2012. പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012. ഇപ്പോൾ പോക്സോ ആക്ടിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്. 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നുണ്ട്. അപ്പം കുട്ടിയായിട്ട് നിയമം പരിഗണിക്കുന്നത് 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയുമാണ്. അപ്പം അതുപോലെ തന്നെ ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസോ ആണ്. അപ്പം ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റോ ലോക്കൽ പോലീസ് യൂണിറ്റോ ആണെന്ന് ഈ നിയമത്തിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ അഥവാ CWPO ആണ്. അപ്പം CWPO എന്ന് പറഞ്ഞാൽ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് അർത്ഥം. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ CWPO. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരം 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം പോക്സോ മോണിറ്ററിംഗ് സെല്ല്. അപ്പോൾ 44-ാം വകുപ്പ് പ്രകാരമാണ് പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുണ്ട്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിൻ്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോക്സോ ആക്ട് പ്രകാരം പോക്സോ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും കഠിന ശിക്ഷ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. 1951 1-ാം ഭേദഗതി പ്രകാരം പട്ടികകളുടെ എണ്ണം 9 അപ്പോൾ നിലവിൽ വന്നപ്പോൾ 8 പട്ടികകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് 1951 1-ാം ഭേദഗതി പ്രകാരം പട്ടികകളുടെ എണ്ണം 9 കൂട്ടിച്ചേർത്തു. അതിനുശേഷം 1976 42-ാം ഭേദഗതി പ്രകാരം മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. അപ്പം 1976 42-ാം ഭേദഗതി പ്രകാരം മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു. അതുപോലെ തന്നെ 1978 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി. 1978 44-ാം ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി. നേരത്തെ സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു. അങ്ങനെ 7 മൗലിക അവകാശങ്ങളായിരുന്നു ആദ്യം. പിന്നീട് സ്വത്തവകാശം മൗലികാവകാശം അല്ലാതാക്കി 1978 44-ാം ഭേദഗതി പ്രകാരം. അങ്ങനെ ഇപ്പം മൊത്തം 6 മൗലിക അവകാശങ്ങളാണ് നിലവിലുള്ളത്.
പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം 1992 ഭേദഗതി പ്രകാരം പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം നിലവിൽ വന്നു. അങ്ങനെ 1972 73, 74 ഭേദഗതി പ്രകാരമാണ് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം നിലവിൽ വരുന്നത്. 2002 86 ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം മൗലികാവകാശമായി. അങ്ങനെ 2002 86 ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം മൗലികാവകാശമായി. 2016 101 ഭേദഗതി പ്രകാരമാണ് ചരക്ക് സേവന നികുതി അഥവാ GST നിലവിൽ വന്നത്. അപ്പോൾ 2016 101 ഭേദഗതി പ്രകാരം ചരക്ക് സേവന നികുതി GST വന്നു. അതുപോലെ തന്നെ 368 വകുപ്പ് പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. 368 വകുപ്പ് പ്രകാരമാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല. അപ്പം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് 1973 കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസ്. വിദ്യാഭ്യാസം മൗലികാവകാശമാകപ്പെട്ടത് 2002 86 ഭേദഗതി പ്രകാരമാണ്. അപ്പോൾ 2002 86 ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാകപ്പെട്ടത്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സുവരെയുള്ള പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നു ഈ നിയമത്തിലൂടെ. 1976 42 ഭേദഗതി വഴി മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. അപ്പോൾ 1976 42 ഭേദഗതി പ്രകാരമാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. അപ്പോൾ ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തി. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ട് ഈ ഭേദഗതിയെ ചെറു ഭരണഘടന എന്നറിയപ്പെടുന്നു, അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 42 ഭേദഗതി പ്രകാരമാണ്.